Stars on Air. Stars on Air. The Celebrity Talk Show. സ്റ്റാർസ് ഓൺ എയറിന്റെ ടൈം ആണ്. കൂടെ ഉണ്ട് RJ തുഷാര. ആൻഡ് നമ്മുടെ കൂടെ ഇത് ജോയിൻ ചെയ്തിരിക്കുന്നത് ദ ഗോർജിയസ് ഗൗരി കിഷൻ ആണ്. വെൽക്കം ടു സ്റ്റാർസ് ഓൺ എയർ. Hi Tushara, how are you? I am good, thank you. How are you? I'm also doing great. Very Amazing. happy. സാഹസം റിലീസ് ആയി. ഞങ്ങളുടെ പടം നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അതെ. സോ അതാണ് ഇപ്പൊ ഏത് മൂടെന്ന് വെച്ചാൽ സാഹസം മൂഡ്. Absolutely. കാരണം എനിക്ക് തോന്നുന്നു ഐ സോ യുവർ സ്റ്റോറി ഇറ്റ്സെൽഫ് പല സ്ഥലങ്ങളിലും ഹൗസ്ഫുൾ ആയിട്ടാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സിനിമ. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ മൂവി വിത്തൗട്ട് റിവീലിംഗ് ടു മച്ച് ഡീറ്റെയിൽസ്. സാഹസം ഐ തിങ്ക് ഞങ്ങളുടെ സോങ്സും ട്രെയിലറും ടീസറും ഒക്കെ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിരുന്നു. ബിക്കോസ് ദ സോങ്സ് ആർ ഗോയിങ് ഓൺ എ ഡിഫറെന്റ് പേസ്. പക്ഷെ ട്രെയിലറിൽ ഭയങ്കര ത്രില്ലർ ആയിട്ട് തോന്നി. പാട്ടാണെങ്കിൽ ഭയങ്കര മൂഡും ഓണം ബഹളം. അത് കഴിഞ്ഞൊരു റൊമാൻറ്റിക് ട്രാക്ക് ഇറങ്ങി ഹരിശങ്കർ പാടിയ. അഗൈൻ എനിക്ക് പേഴ്സണലി കാമിനി കഴിഞ്ഞിട്ട് ഹരിചേട്ടൻ പാടുന്ന ഒരു പാട്ടാണ്. ആൻഡ് ഇറ്റ്സ് ഓൾവേസ് സോ സ്പെഷ്യൽ. ഹരിചേട്ടനെ കണ്ടപ്പോഴും അതിലും കാമിനിയെ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. സോ ഹരിചേട്ടൻ പെർഫോം ചെയ്തപ്പോ ആ വരി വന്നപ്പോ എന്നെ ഇങ്ങനെ നോക്കി പാടിയപ്പോ ഐ ജസ്റ്റ് ഫീൽ സ്പെഷ്യൽ ബിക്കോസ് ജസ്റ്റ് ലൈക്ക് കാമിനി സന്തത സഖി has also become a very special song. And of course acting with Ramzan, playing his romantic pair അടിപൊളിയായിരുന്നു. ബിക്കോസ് റംസാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡാൻസർ ആയിട്ട് അറിയാം. അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഡാൻസർ കൊച്ചിലെ തൊട്ട്. ഇൻഫാക്ട് എനിക്ക് ഇൻഡസ്ട്രിയിൽ അങ്ങനെ ലിങ്ക് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ചെന്നൈയിൽ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോ ഡീഫർ ഡാൻസും സൂപ്പർ ഡാൻസർ ഒക്കെ TV കണ്ട് അങ്ങനെ വളർന്നപ്പോ സഡൻലി ഞങ്ങളുടെ ഒരു പരിപാടിക്ക് ഡാൻസ് എന്നെ പഠിപ്പിക്കുവാണെങ്കിലോ എനിക്ക് ചില ഒരു മൊമെന്റ് വരുമ്പോ ഓ മൈ ഗോഡ് ശരിക്കും ഞാൻ റംസാന്റെ കൂടെ ഡാൻസ് ചെയ്യണം ലൈക്ക് ഒരു ഡേറ്റാ പഠിക്കാൻ. സോ ഇറ്റ്സ് വെരി എക്സൈറ്റിംഗ്. ഞങ്ങളുടെ റിലീസ് ഭയങ്കര എല്ലാരും എക്സൈറ്റഡ് ആയിരുന്നു. ഓണം മൂഡ് എന്ന് പറഞ്ഞൊരു സോങ് തന്നെ അത്രയും വൈറൽ ആവുന്ന ഹിറ്റ് ആവുന്ന അറിയായിരുന്നു. പക്ഷെ ഇത്രയും വൈറൽ ആവുന്ന സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. ബട്ട് ഇറ്റ്സ് വെരി ഹാർട്ട് വാർമിംഗ് ടു സീ. പലവരും ഇന്ത്യയിൽ മാത്രല്ല നാട്ടിൽ മാത്രല്ല കുറെ വിദേശ രാജ്യത്തും ഓണം ആയിട്ടില്ല എന്നാൽ പോലും അതിന്റെ എല്ലാ എന്താ പറയാ ഒരുക്കങ്ങളും കസവ് സാരി പൂക്കളം സദ്യ അതിന് എന്താവശ്യമുണ്ടോ അത് അത്രയും ഇതൊക്കെ ഇട്ട് വീഡിയോ റീലായിട്ടൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് ഞങ്ങള് ടാഗ് ചെയ്ത്. അടിപൊളി. കുറച്ച് നേരത്തെ കത്തിച്ചു വിട്ടു. അതെ കത്തിച്ചു വിട്ടു. ഒന്ന് നോക്കാം എത്ര കത്തി പോകുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ പാട്ടിനായിട്ട് കുറെ പിള്ളേർ എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു കിഡ്സ് ക്രൗഡ് കുറെ പേര് ഞങ്ങളുടെ തിയേറ്റേഴ്സിലൊക്കെ തിയേറ്റർ വിസിറ്റ്സിന് പോകുമ്പോ കാണുന്നുണ്ട് ഞങ്ങള്. അപ്പൊ അവരെല്ലാരും എന്തിനാ ഈ പടം കാണാൻ വന്നത്? ഓണം മൂട് പാട്ട് കാണാൻ. ഫൈറ്റ് ഇഷ്ടാവുന്നുണ്ട്. സോ ഐ ഫീൽ ഓൾ ഇൻ ഓൾ ടീം വളരെ ഹാപ്പിയാണ്. വി ആർ ഓൾ വെരി എക്സൈറ്റഡ്. വി ആർ മാക്സിമൈസിങ് ഈ 1 week that we have ഒരു നല്ല വേർഡ് ഓഫ് മൗത്ത് കിട്ടിയാൽ ഉണ്ടാവും. സോ അതിന്റെ ഒരു എന്താ പറയാ ശ്രമത്തിലാണ് ഞങ്ങൾ എല്ലാവരും. ഗൗരി, ലെറ്റ് മീ ആസ്ക് യു, ഇപ്പൊ ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുന്ന സമയത്ത് അല്ലെങ്കിൽ കാണേണ്ട ഒരു 3 റീസൺസ് പിൻ പോയിന്റ് ചെയ്ത് പറയാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ വാട്ട് വുഡ് ദേ ബി? വിഷ്വൽ ട്രീറ്റ് ആണ്. ജനറലി ഇത് OTT വരുമ്പോ കാണാം എന്ന് വിചാരിച്ചാല് അത് അത്രയും എൻജോയ് ചെയ്യുന്നില്ലായിരിക്കും. ബിക്കോസ് അങ്ങനെയല്ല ഞങ്ങൾ ഈ പടം പാക്കേജ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനർ, പക്ക എന്റർടൈനർ പാക്കേജ് ആണ്. അപ്പോ വിഷ്വലി അതിന്റെ ഒരു കോംപ്രമൈസ് ഇല്ലാതെ എടുത്തിട്ടിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോ ദാറ്റ്സ് വൺ റീസൺ. സെക്കൻഡ്ലി ഇറ്റ്സ് ദ സോങ്സ്. ബിപിൻ അശോക് 6 ഒറിജിനൽ സോങ്ങും 1 ട്രിബ്യൂട്ട് ആയിട്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്ന പാട്ടും. അപ്പൊ ഇറ്റ്സ് എ മ്യൂസിക്കൽ വിഷ്വൽ ട്രീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ മ്യൂസിക്കലി ട്രീറ്റ് ചെയ്തൊരു സിനിമയാണ്. ആൻഡ് തേർഡ്ലി ഇറ്റ്സ് ഡെഫിനറ്റ്ലി ബിക്കോസ് ഓഫ് ദി ആർട്ടിസ്റ്റ്. ഒരു എൻസോംബിൾ കാസ്റ്റ് ആണ്. സീനിയേഴ്സും ജൂനിയേഴ്സും യങ്സ്റ്റേഴ്സും കുറെ ലൈക് ഡിഫറെന്റ് എന്താ പറയാ നമ്മള് വേറെ വേറെ മേഖലയിൽ കണ്ട കുറെ പേരുണ്ട്. ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ളുണ്ട്. പിന്നെ കുറെ വർഷം നമ്മൾ ടിവിയിലും എല്ലായിടത്തും കണ്ട കുറെ ആക്ടേഴ്സ് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഓണം അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിന്റെ ഒരു ആഘോഷം തുടക്കം കുറിക്കാൻ പറ്റിയ ഒരു സിനിമയാണ്. അപ്പൊ തിയേറ്ററിൽ തന്നെ പോയി കണ്ടാൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും എല്ലാ ഏജ് ഗ്രൂപ്പിനും ഈക്വൽ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഒരു കംപ്ലീറ്റ് എന്റർടൈനർ എന്ന് പറയാം നമുക്ക്.
absolutely. ഓക്കെ, വണ്ടർഫുൾ. ഓൾറൈറ്റ്. ഈ ക്യാരക്ടറിനെ കുറിച്ചും അതുപോലെ ഗൗരി എന്നൊരു പേഴ്സണുമായിട്ട് എന്തെങ്കിലും സിമിലാരിറ്റീസ് തോന്നിയിരുന്നോ ഈ ഒരു ക്യാരക്ടറിന്? സേറ ഐസക് എന്ന് പറയുന്നത് ഒരു വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണെങ്കിലും സ്വന്തം ലൈഫിലാണെങ്കിലും അത്യാവശ്യം ധാരണയുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ അതൊരു സിമിലാരിറ്റിയാണ്. അത് അത്യാവശ്യം ഞാനും അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ്. പിന്നെ ഈ സിനിമയിൽ പിന്നെ കുറെ പാരലൽ ട്രാക്സ് ഉള്ളതുകൊണ്ട് എന്റെ സ്കോപ്പ് ഓഫ് അല്ലെങ്കിൽ എനിക്ക് തന്നിരിക്കുന്ന സ്പേസ് ഇത്രയും തോളാണ്. ഞങ്ങളുടെ ഒരു റൊമാൻസ് ആണ് അതിലും സ്പേസ്. അപ്പൊ ഇമോഷൻ അതർ ദാൻ ദ ലോങ്കിങ് ആൻഡ് ദ ലവ്, അതല്ലാതെ എനിക്ക് പല ഇമോഷൻസിനെ ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ലായിരുന്നു. എന്നാൽ പോലും ഇതിനുള്ളൊരു അത് ശരിക്കും ഇപ്പൊ പറഞ്ഞിരിക്കുന്ന രണ്ട് ഇമോഷൻസിനെ നല്ലോണം എനിക്ക് എന്താ പറയാ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി സാഹസത്തില്. സോ സേറ ഇസ് ലൈക്ക് എ ഗേൾ, ഭയങ്കര ഒരു കൺസർവേറ്റീവ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നസ്രാനി കുടുംബത്തിൽ നിന്ന് വന്ന് വെരി വെൽ ഓഫ്, അതിന്റേതായ ഒരു പ്രൊട്ടക്റ്റഡ് ചൈൽഡ്ഹുഡ് ഉണ്ടായിട്ടുണ്ട്, എൻവയൺമെന്റ് ഉണ്ട്. അപ്പോ പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ള ഒരു പ്രണയം അതിനെ സപ്പോർട്ട് ചെയ്യുമോ ചെയ്യാതെ ഇരിക്കുന്ന ഒരു ഫാമിലിയുടെയും അതൊക്കെ എതിർത്ത് എന്താ പറയാ പ്രണയിക്കുന്ന ആളുടെ കൂടെ ഒന്നിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരു കുട്ടിയാണ് സേറ. ഗൗരി, എനിക്കിനി ചോദിക്കാനുള്ളത്, പാട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായ എന്തെങ്കിലും രസകരമായിട്ടുള്ള കഥകളുണ്ടോ? ഓഫ് കോഴ്സ് യു ആർ എ വെരി വെരി ഫൺ ഫിൽഡ് ആയിട്ടുള്ള കാസ്റ്റ്. അപ്പോൾ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഒബ്വിയസ്ലി എന്തെങ്കിലും തമാശകളും രസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അത് എന്തെങ്കിലും ഓർത്ത് പറയാൻ പറ്റുമോ ഇപ്പൊ? ഞങ്ങളുടെ പാട്ടിന്റെ ഷൂട്ട് 2 ദിവസമായിരുന്നു, വിച്ച് ഇസ് എ ബിഗ് തിങ്. 2 ദിവസത്തിൽ അത്രയും വിഷ്വല് റംസാൻ ആണ് ഡയറക്ട് ചെയ്തതും കൊറിയോഗ്രാഫി ചെയ്തതും പെർഫോം ചെയ്തതും. സോ ഹി വാസ് ഓൾ ഇൻ ഓൾ the one reason that ഓണം മൂഡ് ഇത്രയും ഒരു എക്സിക്യൂട്ട് ചെയ്ത് സക്സസ് ആയതിന്റെ കാരണം റംസാനാണ്. അപ്പൊ അവന്റെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റി, വിച്ച് വാസ് എ ഗുഡ് തിങ്. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും റെസ്പെക്ട് ഉണ്ടെങ്കിലും സംടൈംസ് യു സീ എ പൊട്ടൻഷ്യൽ ലൈക്ക് ഓക്കെ ദിസ് പേഴ്സൺ ഇസ് യു ഹാവ് ടു ലുക്ക് ഔട്ട് ഫോർ ഹിം എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് പേഴ്സണലി വന്നു ഫോർ എ കൊളീഗ് ഓഫ് മൈൻ. അപ്പോ രസകരമായ കുറെ കാര്യങ്ങളുണ്ട്. ജീവയും ശബരീഷും ഇവരൊക്കെ ഉള്ള ഒരു സെറ്റ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് എ ലോട്ട് ഓഫ് ഫൺ. സ്റ്റാർട്ടിങ് ഫ്രം റിഹേഴ്സൽസ് തന്നെ എന്താ പറയാ സ്റ്റെപ്പ് പഠിക്കുന്നു, മറക്കുന്നു, പാടുന്നു. പിന്നെ ഒരു പ്രാവശ്യം ഒരാള് തെറ്റുവാണെങ്കിൽ എല്ലാവരും 10 പ്രാവശ്യം ചെയ്യേണ്ടി വരുന്നു. സോ യാ ഐ തിങ്ക് ഇറ്റ് ബ്രോട്ട് us ക്ലോസർ. ബിക്കോസ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം എല്ലാവർക്കും ഡിഫറെന്റ് ടൈമിങ്ങും അല്ലെങ്കിൽ എല്ലാവരും ഒരു സീനിൽ കാണില്ലല്ലോ. ചില ലൊക്കേഷൻസിൽ എല്ലാവരും ഇല്ലായിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു വേർതിരിവില്ലാതെ എവ്രിബഡി കെയിം ടുഗെദർ ഫോർ ദിസ് ആൻഡ് ഒരു ജെന്യുവൻ സെലിബ്രേഷൻ ആയിട്ട് തോന്നി. പക്ഷെ എനിക്ക് ഏറ്റവും രസകരമായിട്ട് ഇപ്പോഴും ഓണം മൂഡിനെ പറ്റി ആലോചിക്കുമ്പോ എനിക്ക് ജീവയുടെ ഒരു എപ്പിസോഡ് എന്താന്ന് വെച്ചാല്, ജീവയ്ക്ക് ആ സമയത്ത് ഫുഡ് പോയിസണിങ് ആയിട്ട് എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു ക്ലോസ്ഡ് സ്പേസിൽ ഷൂട്ടിംഗ് ആയിരുന്നു. അപ്പൊ ജീവ ഭയങ്കര അത്രയും കാഷ്വൽ ആയിട്ട്, നമ്മൾക്കാണെങ്കിൽ ഇൻഡൈജഷൻ അല്ലെങ്കിൽ അങ്ങനെ നമ്മളത് കവറപ്പ് ചെയ്യാൻ നോക്കും. പക്ഷെ ആള് ഭയങ്കര ഓപ്പൺ ആയിട്ട് പറഞ്ഞ്, പക്ഷെ പാവം വയ്യാതെ റിഹേഴ്സലിനൊന്നും വരാൻ പറ്റിയില്ല. ഇൻഫാക്ട് ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടിനും ആള് റെസ്റ്റ് ചെയ്യായിരുന്നു. അത്രയും സിവിയർ ആയിട്ടുള്ള ഫുഡ് പോയിസണിങ്. പിന്നെ 2ാമത്തെ ദിവസം വന്നൊരു പോസ്റ്റ് ലഞ്ച് വന്ന് അത്തമ്മൂട് മാത്രം ഡാൻസ് ചെയ്ത് പോയ ആള്. അതും അത്തമ്മൂട് അത്രയും പോസ്റ്റ് വേണ്ട, പതുക്കെ ചെയ്താൽ മതി, ലൈറ്റ് ആയിട്ട് ചെയ്താൽ മതി ജീവ പറഞ്ഞു. പക്ഷെ അഗൈൻ ജീവയെ പറ്റി പറയുകയാണെങ്കിൽ ഹീസ് ഓൾവേസ് വൺ പേഴ്സൺ, എപ്പോഴും ഒരു ചിരിയുണ്ട് മുഖത്ത്. എത്രയും all of us have എന്താ പറയാ സ്ട്രെസ്ഫുൾ സ്കെഡ്യൂൾസ് ആൻഡ് ട്രാവൽ, അത് ഇത് പല കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ജീവയ്ക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലോ നമ്മൾ എല്ലാവർക്കും ഒരു ബാഡ് മൂഡ് അല്ലെങ്കിൽ ഒരു ലോ ആയിട്ടിരിക്കുന്ന സാധനം, ജീവ ഇസ് ഓൾവേസ് ഹാപ്പി ഈവൻ ഇഫ് ഹി ഈസ് അൺവെൽ. ഒട്ടും വയ്യായിരുന്നു, നമുക്ക് കാണാം ആ ഒരു ഫെറ്റീഗ് മുഖത്ത് കാണുന്നുണ്ടായിരുന്നെങ്കിലും ഹി വാസ് സ്റ്റിൽ ലൈക്ക് ബാബാ നമുക്ക് ഓണാക്കാം എന്നൊക്കെ പറഞ്ഞ്. സോ ഉള്ള സമയം എല്ലാവരെയും ചാർജ് ആക്കി. ആൻഡ് കണ്ടാ പറയൂലല്ലോ that he was only there for little bit of the scene. Correct. Yeah, because when he's there he makes up for some lost time. അപ്പൊ എനിക്ക് അതായിരുന്നു ഏറ്റവും എൻജോയബിൾ ആയിട്ട്. പിന്നെ മൊത്തത്തിൽ ഓളായിരുന്നു ഷൂട്ട്. ഓണത്തിന് ഫുൾ ഓളം. യെസ്, 100%. അമേസിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാർ കാസ്റ്റ് ആണ് ഈ ഒരു സിനിമയിൽ. എസ്പെഷ്യലി നമ്മുടെ ലിസണേഴ്സിന് ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള മറ്റൊരു കാര്യം, ബാബു ആന്റണി സാറിന്റെ ഒപ്പം അഭിനയിച്ച ആ ഒരു ഇതിനെ കുറിച്ചാണ്, എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. അത് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ്. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും പണ്ടത്തെ
ഹീറോകളുടെ കൂടെ ബാബു ആന്റണി ഉണ്ടെങ്കിൽ അവര് ജയിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഫീൽ ആക്കുന്ന ഒരാളാണ്. സോ I was so excited because അപ്പത്തെ ഒരു ആക്ഷൻ ഹീറോ ആയിരുന്നല്ലോ. എന്റെ ജനറേഷൻ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചില പടങ്ങളെ കണ്ടിട്ടുള്ളൂ സാറിന്റെ. പക്ഷെ എന്റെ ഫാമിലി, എന്റെ അമ്മ, അച്ഛൻ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ബാബു ആന്റണീനെ പറയുമ്പോ തന്നെ ഓരോരുത്തരുടെ ബാബു ആന്റണി ഉണ്ടോ എന്ന് പറയുമ്പോഴാണ് ഒരു ഐക്കോണിക് ആക്ടർ ആണെന്ന് എനിക്ക് മനസ്സിലായത്. ആൻഡ് ഹീസ് ജസ്റ്റ് സോ ഫിറ്റ്. എനിക്ക് സാറിന്റെ ഡിസിപ്ലിൻ ആണ് എനിക്ക് ഏറ്റവും ഇൻസ്പൈറ്റ് ഓഫ്. ഞങ്ങൾക്ക് തൊടുപുഴയിലെ ഒരു 10 ദിവസം വളരെ ഹെക്ടിക് ആയിട്ടുള്ളൊരു സ്കെഡ്യൂൾ ആയിരുന്നു ക്ലൈമാക്സ് ഷൂട്ടിന്റെ. പക്ഷെ അന്ന് ആ സമയത്താണെങ്കിലും നമ്മളിങ്ങനെ സംസാരിക്കുമ്പോ പറയുമായിരുന്നു ഹൗ ഹി മേക്സ് ഇറ്റ് എ പോയിന്റ് ടു ഗോ ടു ദ ജിം, സ്റ്റേ ആക്റ്റീവ്. അതും ഈ പ്രായത്തില് അങ്ങനെ എല്ലാവരുടെയും പ്രയോറിറ്റി. ഇപ്പൊ എന്റെ പ്രായത്തിൽ തന്നെ ഞാൻ പ്രയോറിറ്റി ആയിട്ട് വെക്കേണ്ട ഒരു കാര്യം ഞാൻ പലപ്പോഴും അത് മിസ്സായി പോവാറുണ്ട്. ബട്ട് ഇറ്റ് വാസ് വെരി ഇൻസ്പയറിംഗ് ഫോർ മീ ടു സീ ഹിം ബീങ് സോ ഫിസിക്കലി ഫിറ്റ് ആൻഡ് വളരെ എല്ലാ എന്താ പറയാ സ്റ്റണ്ട് ഡബിൾസ് ഒന്നും ആവശ്യമില്ല. ഹി വാസ് അത്രയും ഇൻട്രസ്റ്റ് ഉണ്ട് അതിലോട്ട്. ആൻഡ് ഹീസ് വെരി സ്വീറ്റ്. ഒരു ദിവസം വൺ നൈറ്റ് ഞങ്ങളുടെ ഷൂട്ടിന്റെ സമയത്ത് എന്റെ ട്രെയിലറിനൊക്കെ കണ്ടു കാണും എന്റെ ഒരു വെഡിങ് പോലത്തെ ഒരു സീക്വൻസ്. സോ ഐ വാസ് ലൈക്ക് ഓൾ ഡ്രെസ്ഡ് അപ്പ് ആൻഡ് ഓൾ. അപ്പൊ എന്നോട് അന്ന് പറഞ്ഞു, ഓ ഗൗരി യു ലുക്കിംഗ് വെരി പ്രിറ്റി ടുനൈറ്റ്. ആൻഡ് സാർ യുഎസിലാണല്ലോ, അപ്പൊ ഭയങ്കര ആക്സെന്റും നല്ല രസാ സംസാരമൊക്കെ. അടിപൊളി. സാഹസം മീൻസ് ഡെയറിംഗ്. ഗൗരിയുടെ ലൈഫിൽ ഏറ്റവും ഡെയറിംഗ് ആയിട്ട് അങ്ങനെ ചെയ്ത എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ? ഞാൻ കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ എന്നാലും എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത സാഹസം എന്ന് പറയുമ്പം എനിക്കെന്റെ 96 പറഞ്ഞൊരു സിനിമ ഒക്കെ ഞാൻ കോളേജിലായിരുന്നപ്പോ നടന്ന സിനിമയാണ്. അപ്പൊ അത് കഴിഞ്ഞ 4 പ്രോജക്ട്സ് ആണ് കോളേജ് ടൈമിൽ ചെയ്തത്. ക്രൈസ്റ്റ് ബാംഗ്ലൂരിൽ അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിട്ടുള്ള അറ്റൻഡൻസിന്റെ കാര്യത്തിലൊക്കെ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കോളേജാണ്. ഹൈഫൈ ഫ്രം ഹിയർ, ഞാനും അവിടെ നിന്നാണ്. അപ്പൊ എനിക്കറിയാം. സോ യു നോ വാട്ട് ഐ ആം ടോക്കിംഗ് അബൌട്ട്. 85% അറ്റൻഡൻസ് എന്ന് പറഞ്ഞ ഗോസ്പൽ, അത് എല്ലാവരും ഫോളോ ചെയ്തേ പറ്റൂ എന്നുള്ളൊരു കോളേജാണ്. അപ്പം ആ സമയത്ത് 4 സിനിമകൾ കംപ്ലീറ്റ് ചെയ്യേണ്ടി വന്നു. ബിക്കോസ് ദാറ്റ്സ് മൈ ലൈഫ് ചേഞ്ച്ഡ് ആഫ്റ്റർ മൈ ഫസ്റ്റ് മൂവി. അപ്പൊ എനിക്ക് അതിനും ഈ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ഐ ഡോണ്ട് വാണ്ട് മിസ് ദാറ്റ്. പക്ഷെ എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഗ്രാജുവേറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ ദ ഫാക്ട് ദാറ്റ് ഐ ഗ്രാജുവേറ്റഡ് വിത്തൗട്ട് എനി അരിയേഴ്സ് ആണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ചെയ്ത വലിയ സാഹസം. 8% അറ്റൻഡൻസ് ഉണ്ടായിട്ട് ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തു. അത് ക്രൈസ്റ്റ് പഠിച്ചവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു സാഹസമാണ്. അതെ, CIs-ഉം അസൈൻമെന്റ്സും എക്സാംസും. I think I just reminded you. You did. Suddenly I went into a dark hole. Yeah, it's like that whole PTSD. Yeah, but having said that, എനിക്ക് കോളേജ് ലൈഫ് ഭയങ്കര അടിപൊളിയായിരുന്നു. ക്രൈസ്റ്റ് ഇസ് ദി ഓൺലി റീസൺ ഐ തിങ്ക് ഐ വാസ് ഏബിൾ ടു മാനേജ് എവറിത്തിങ് ടുഗദർ. ബിക്കോസ് ഞാൻ മീഡിയ സ്റ്റുഡന്റ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആസ് ലോങ് ആസ് ഐ ഡോണ്ട് ഹാവ് എനി അരിയേഴ്സ്, അവർ പറഞ്ഞു അറ്റൻഡൻസ് ഓക്കെ ആക്കാം, യു ഹാവ് ടു സ്റ്റഡി ആൻഡ് ക്ലിയർ, വിച്ച് വാസ് എ ഫെയർ ഡീൽ. അപ്പൊ എനിക്ക് എന്റെ ഡീനും എല്ലാവരുടെയും എന്താ വൈസ് ചാൻസലർ ഫാദറിന്റെ എല്ലാ സപ്പോർട്ടും കൊണ്ട് എനിക്ക് ചെയ്യാനും പറ്റും. ബിക്കോസ് എനിക്ക് പഠിക്കാനും കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളൊരു ആളാണ് ഞാൻ. ജനറലി കുറച്ച് അക്കാഡമിക്കലി ഓറിയന്റഡ് ആയിരുന്നു. അപ്പൊ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റി. സോ ഐ ആം വെരി ഹാപ്പി. ദാറ്റ്സ് വണ്ടർഫുൾ. 96 എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറഞ്ഞു പോയി. എനിക്ക് തോന്നുന്നു എത്ര ഇന്റർവ്യൂസ് കഴിഞ്ഞാലും I think even in now maybe 10 years later also ഗൗരിയുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ 96 എന്നുള്ള ആ സിനിമയെ കുറിച്ചും അതിന്റെ മെമ്മറീസ് എന്തായാലും പറയും. കാരണം ഫോർ യു ഓൾസോ അത്രയ്ക്കും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമയാണത്. ബട്ട് ലെറ്റ് മീ ആസ്ക് യു, ജാനുവിൽ നിന്നും ഇന്ന് ഇപ്പൊ സാറ ഐസക്കിൽ എത്തി നിൽക്കുന്ന ഈ ഒരു ടൈമിൽ ഹൗ മച്ച് ഹാസ് ചേഞ്ച്ഡ് ഫോർ യു? So a lot has changed. എനിക്ക് തോന്നുന്നു ആ ഒരു ക്യാരക്ടർ വിൽ ഓൾവേസ് ബി എ പാർട്ട് ഓഫ് മൈ ലൈഫ് ആൻഡ് ഓൾവേസ് സ്പെഷ്യൽ ആൻഡ് ഗ്രേറ്റ്ഫുൾ. പക്ഷെ എനിക്ക് തോന്നുന്നു ആസ് എ പേഴ്സൺ, ആസ് എൻ ആക്ടർ, ഞാൻ I'm growing a lot with every passing day. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു ബിഗിനിങ് അല്ലെങ്കിൽ ഒരു കരിയർ ബ്രേക്ക് എനിക്ക് ആദ്യത്തെ സിനിമയിൽ തന്നെ കിട്ടി. അപ്പൊ അതിന്റെ തന്നെ ഒരു പ്രഷറും ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ എം ട്രൈങ് ടു ഡു മൈ ബെസ്റ്റ് ടു നോട്ട് ഗെറ്റ് സ്റ്റക്ക് ഇൻ എനി
ഒരു ടൈപ്പ് കാസ്റ്റ് ആവാതിരിക്കാൻ, അല്ലെങ്കിൽ എന്റെ സൈഡിലുള്ള പറ്റുന്നത്രം ഞാൻ ചെയ്യുന്നുണ്ട്. ഐ എം ട്രൈങ് ടു സെലക്ട് സ്ക്രിപ്റ്റ്സ് അക്കോർഡിംഗ്ലി. പിന്നെ മലയാളത്തിന് കുറച്ചുകൂടെ സജീവമാവണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരാളാണ്. സോ എനിക്ക് തമിഴും മലയാളവും രണ്ടും മാനേജ് ചെയ്യുന്നുണ്ടെങ്കിലും ലിറ്റിൽ മോർ ഇൻക്ലൈൻ ടു മലയാളം. സോ a lot has changed personally also. I met so many wonderful people. I've learned so much. I've made mistakes and regretted a few things. But at the end, angane regret nu parayunnilla, because you always learn from your experiences. Correct, so absolutely. I am always എന്താ പറയാ, very content wherever I am right now. ചെറുപ്പത്തിലെ തൊട്ടേ സിനിമകളിൽ അല്ലെങ്കിൽ സിനിമയിലോട്ട് വരണമെന്ന് ആഗ്രഹിച്ച ഒരാളാണോ ഗൗരി? അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഓഡിയൻസ് ആയിട്ട് കാണാൻ അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ആക്ട്രസ് ആവണം എന്ന് ഒരിക്കലും അത് എനിക്ക് എന്താ പറയാ ഡ്രീം ചെയ്യാൻ പോലും അർഹതയില്ല, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് ജസ്റ്റ് സോ ഫാർ അവേ. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ബട്ട് എനിക്ക് തോന്നുന്നു ഡെസ്റ്റിനി ഹാഡ് അതർ പ്ലാൻസ്. എനിക്ക് ഇറ്റ് ജസ്റ്റ് കെയിം ടു മീ, അങ്ങനെയാണ് എനിക്ക് പറയാം. എനിക്ക് ഡാൻസിന്റെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള പേരൻസ് ഉണ്ട്. അപ്പൊ അവര് പുഷ് ചെയ്ത് ഒരു ഓഡിഷൻ കോൾ വന്നപ്പോ വൈ ഡോണ്ട് യു ഗോ. അപ്പോഴും എന്റെ എക്സാമിന്റെ സമയമൊക്കെ ആയിരുന്നു. ഞാൻ പഠിപ്പിസ്റ്റായിട്ട് എന്തിനാ ഇപ്പൊ 12ാം ക്ലാസ് ബോർഡ് എക്സാമിന്റെ സമയത്ത് എന്തിനാ നിങ്ങൾക്ക് എനിക്കതിനെ കുറിച്ചുള്ള സീരിയസ്നെസ് ഉണ്ടെന്നൊക്കെ അല്ലെ. അപ്പൊ അവരാണ് പറഞ്ഞത്, എടാ നമ്മള് ഓഡിഷനൊക്കെ ഇന്റർവ്യൂസിലൊക്കെ ഓരോരുത്തർ പറയുന്നല്ലേ കേട്ടിട്ടുള്ളൂ, നീ പോയിട്ട് വാ, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല, യു കെ എനിവേ ക്രൈസ്റ്റിൽ അഡ്മിഷൻ കിട്ടിയല്ലോ, ഇനി എന്താണ് ടെൻഷൻ എന്തിനാന്നൊക്കെ ചോദിച്ച് അങ്ങനെ. ബട്ട് ഇഫ് നോട്ട് ഫോർ ദം ഡെഫിനറ്റ്ലി എനിക്ക് എല്ലാം മാനേജ് ചെയ്യാനും ലൈക്ക് എന്റെ ബ്രദറും എല്ലാവരും ഞങ്ങളുടെ ഐ ആം ബ്ലെസ്ഡ്. എനിക്ക് ഇപ്പം ഇൻഡസ്ട്രിയിൽ നമ്മൾ കുറെ കൂടെ ഇപ്പം ജൂനിയർ ആക്ടേഴ്സും അല്ലെങ്കിൽ നമ്മള് കുറെ പേരെ മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അവരുടെ ഓരോ സ്ട്രഗിൾസ് കേൾക്കുമ്പോൾ എനിക്ക് അതൊന്നും പല കാര്യങ്ങളും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നില്ല. ബിക്കോസ് സോ ഐ എം എക്സ്ട്രീംലി ബ്ലെസ്ഡ് ഇൻ മെനി ആസ്പെക്ട്സ്. സോ ഐ തിങ്ക് ഐ ഹാവ് ടു കണ്ടിന്യൂ ടു പ്രൂവ് മൈസെൽഫ്. കണ്ടിന്യൂഷനെ കുറിച്ച് പറയുമ്പോൾ അപ്കമിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റുകളെ കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞു പോവാം. ഇനി ഇപ്പൊ റിലീസ് ആവാനിരിക്കുന്ന അല്ലെങ്കിൽ കറന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റു പ്രോജക്റ്റുകൾ. യെസ്, ഞാനിപ്പോ ലവന്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് സാഹസാണ് റിലീസ്. സോ ഐ എം ലുക്കിംഗ് അറ്റ് കഥകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് മലയാളത്തില്. അതല്ലാതെ തമിഴില് ഒരു മെഡിക്കൽ ത്രില്ലർ ഇന്നലെ ഞങ്ങൾ അനൗൺസ് ചെയ്തു. ഇറ്റ്സ് ടൈറ്റിൽഡ് അതേഴ്സ്. ഒരു ഇംഗ്ലീഷ് ടൈറ്റിൽ ആണ്. സോ അതിൽ ഞാനൊരു ഡോക്ടറിന്റെ ഒരു ക്യാരക്ടറാണ് ഫോർ ദ ഫസ്റ്റ് ടൈം. സോ ഐ എം എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ്. പിന്നെ ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞ പ്രദീപ് രംഗനാഥൻ വിഘ്നേഷ് ശിവൻ ഡയറക്ഷനില് ഒരു സിനിമയുണ്ട്. അതിൽ ഞാൻ സെക്കൻഡ് ലീഡ് ആയിട്ടാണ്. സോ ദാറ്റ്സ് എ വെരി ഫ്യൂച്ചറിസ്റ്റിക് പക്ക കമേഴ്ഷ്യൽ ഫിലിം. സോ അതില് എന്റെ ഇതുവരെ ഞാൻ ചെയ്യാത്ത ടൈപ്പ് ഓഫ് ലുക്കാണ്. എന്റെ കംഫർട്ട് സോണിൽ നിന്നൊക്കെ മാറ്റി ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച ഡയറക്ടറാണ് വിഘ്നേഷ് ശിവൻ. സോ രവി വർമ്മന്റെ ക്യാമറയാണ്. സോ ഐ തിങ്ക് അതൊക്കെ ഇത്രയും എന്താ പറയാ ചെറുപ്പത്തിൽ എനിക്ക് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. സോ ഐ എം വെരി ബ്ലെസ്ഡ് അബൌട്ട് ദാറ്റ്. ദെൻ ഐ ഹാവ് എ സോണി ലിവ് വെബ് സീരീസ് കമ്മിങ് ഔട്ട്. പ്രഭുദേവ സാറിന്റെ കൂടെ ഞാൻ ഇപ്പൊ തമിഴില്. യെസ്, സോ ഇതൊക്കെയാണ് പൈപ്പ് ലൈനിൽ. there are few more that is not announced. So yeah, amazing, that's amazing, it's so nice to know. And നമ്മളും വളരെ ഈഗർ ആയിട്ട് കാത്തിരിക്കുകയാണ് ഈ ഓരോ സീരീസ് ആണെങ്കിലും സിനിമകളാണെങ്കിലും ഒക്കെ കാണാനായിട്ട്. ഒപ്പം ഇപ്പം തിയേറ്ററുകളിൽ സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹസം കാണാനായിട്ട് മറക്കരുത് എന്ന് നമ്മുടെ ലിസണേഴ്സിനോട് ഒന്നുകൂടെ പറഞ്ഞോളൂ. യെസ്, ഇപ്പോ സാഹസം എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ കാണുന്ന എല്ലാവർക്കും ചിരിയും കയ്യടിയും മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു വളരെ കുറവ് എന്താ പറയാ മിക്സ്ഡ് റിവ്യൂ അല്ലെങ്കിൽ ഓഡിയൻസിന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അത് ഞങ്ങള് നേരിട്ട് തന്നെ കാണുമ്പോൾ ഞങ്ങൾക്ക് ആ സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരോടും ഇതേ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ OTT കാണാൻ പറ്റിയ ഒരു സിനിമയല്ല സാഹസം. ഇതൊരു തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ ആ എക്സ്പീരിയൻസ് കിട്ടില്ല. അതുകൊണ്ട് അത്രയൊന്നും ആലോചിക്കാതെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക, സിനിമയ്ക്ക് പോവുക. ഐ എം ഷുവർ യു വിൽ ഹാവ് എ റിയലി ഗുഡ് ടൈം. അതിന് ഞാൻ ഗ്യാരണ്ടി നോക്കാം അല്ലേ ഗൗരി? അതെ, അതിന് ഞാൻ ഗ്യാരണ്ടി. ബിപിൻ കൃഷ്ണ എന്ന് പറഞ്ഞ ഒരു വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. എനിക്ക് തോന്നുന്നു ഈ പ്രിയദർശൻ സിനിമകളിൽ അതിന്റെയൊക്കെ ഒരു ട്രിബ്യൂട്ട് ആയിട്ടാണ് ഞങ്ങള് സാഹസം ക്രിയേറ്റ് ചെയ്തത്. സോ ഐ എം ഷുവർ ഇറ്റ്സ് ഗോയിങ് ടു ബി ലൈക്ക് എൻ എൻജോയബിൾ റൈഡ് ഫോർ എവറിബഡി. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. താങ്ക് യു സോ മച്ച് ഗൗരി, ഇത്ര നേരം നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത്. ഇറ്റ് വാസ് വണ്ടർഫുൾ ടോക്കിംഗ് ടു യു. Likewise, thank you so much, തുഷാര. തുഷാരയും സിനിമ കണ്ടിട്ട് എന്നെ വിളിച്ചു. ഉറപ്പായിട്ടും. Thank you. Thank you. All right.